എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പുറത്ത് ആളുകൾ അങ്ങനെ സംസാരിക്കുന്നു പറഞ്ഞപ്പം ഇവൾ എന്നോട് ദേഷ്യപ്പെടുക. ശാന്തി, ഇവൾ എന്താ ഈ പറയുന്നത്? വേണ്ട വേണ്ട, നീ എന്നോട് പിണങ്ങണ്ട. ഇല്ല, പിണങ്ങൂല. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാൻ കൂടി അറിയണ്ടേ? പറയൂ. അവിടെ എങ്ങാണ്ട് ഒരു കുടിലിൽ നിന്റെ അച്ഛൻ ഒരു സ്ത്രീയെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ അച്ഛനോ? നേരാണോ? നമുക്ക് പോകാം. ഞങ്ങൾ പോകുന്നു. എന്താ സുശീലേ? അച്ഛൻ ആഹാരം കഴിക്കാൻ പോലും ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോഴാണ് അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ കാര്യം? ആരോ ഒരു സ്ത്രീയെ അവിടെ കണ്ടുകൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. വല്ലവരും വല്ലതും പറയുന്നത് കേട്ട്? ഇല്ല, സത്യം എന്താണെന്ന് എനിക്കറിയണം. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് അന്വേഷിച്ച് വേണ്ടത് ചെയ്യാം. കൊച്ചമ്മയോ? ഭവാനി കൊച്ചമ്മേ? ശങ്കരൻ നായരല്ലേ? അതെ കൊച്ചമ്മേ. ഈശ്വര, നിന്റെ ഒരു മായാവിലാസം. മരിച്ചെന്ന് കരുതിയ കൊച്ചമ്മയെ നീ തിരിച്ചു തന്നു. എന്റെ ബാബുമോന് അവന്റെ അമ്മയെ തിരിച്ചു കിട്ടി. എന്റെ ബാബുമോൻ എവിടെ? ശങ്കരൻ നായരെ പറയൂ. എന്റെ കൂടെ ഉണ്ട് കൊച്ചമ്മേ. വളർന്നു വലിയ ആളായി. കൊച്ചമ്മ എങ്ങനെ രക്ഷപ്പെട്ടു? ഇപ്പൊ എവിടെയാ? എല്ലാം പറയാൻ ശങ്കരൻ നായരെ. എനിക്ക് എന്റെ മോനെ കാണണം, ഇപ്പൊ തന്നെ കാണണം. അവൻ എവിടെയാണ്? കാണാൻ കൊച്ചമ്മേ, പക്ഷേ ഇപ്പോ. എന്താ എന്റെ മോൻ എന്തു പറ്റി? കൊച്ചമ്മേ, ബാബുമോൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒളിവിൽ കഴിയാണ്. എന്റെ മോൻ ചെയ്യാത്തൊരു കുറ്റത്തിന് ഒളിച്ചു കഴിയുന്നു. ശിക്ഷ അറിയിക്കാത്തൊരുത്തനെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ പോലീസിൽ ഏൽപ്പിച്ചോളൂ. ദൈവമേ, ഇതെന്ത് പരീക്ഷണമാണ്. ശങ്കരൻ നായരെ, ഞാൻ താമസിക്കുന്നത് ഒരു വക്കീലിന്റെ കൂടെയാണ്. ഒരു നല്ല മനുഷ്യൻ. എന്റെ മോൻ നിരപരാധിയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായും അവനെ രക്ഷിക്കും. എനിക്ക് എന്റെ മോനെ കാണണം. കൊച്ചമ്മ എവിടെയാ താമസിക്കുന്നെന്ന് പറഞ്ഞാ മതി. അവിടെ വന്ന് ബാബുമോൻ കൊച്ചമ്മയെ കാണും. ചെറുപ്പത്തിലേ എന്നെ വിട്ടു പിരിഞ്ഞു പോയ എന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചു ഞാൻ എത്ര വേദനിച്ചു. ഒരുത്തനെ തിരിച്ചു കിട്ടി. അവൻ അമ്മയെന്ന് വിളിക്കുന്നത് കേട്ട് സന്തോഷിക്കേണ്ടതിന് പകരം ഹൃദയം പൊട്ടി കരയേണ്ടി വന്നിരിക്കുന്നു. അമ്മയുടെ കഥ കേട്ടിട്ട് ഈ ലോകത്ത് ഒരു സ്ത്രീയും ഇത്രയും ദുരിതം അനുഭവിച്ചു കാണുമെന്ന് തോന്നുന്നില്ല. അവരുടെ മോനെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അന്ന് എന്റെ നെറ്റിയിൽ മുറിവേറ്റപ്പോ കുഞ്ഞിനെന്നോട് സഹതാപം തോന്നി. ഇന്നെന്റെ ഹൃദയത്തിലാണ് മുറിവേറ്റിരിക്കുന്നത്. എന്തുകൊണ്ട് കുഞ്ഞിനത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഒരു കാര്യം സത്യമാണ്, എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. ബാബുവിനെ നേരിട്ട് കണ്ട് സംസാരിച്ചാൽ ഒരു പക്ഷേ അയാളെ രക്ഷിക്കാൻ കഴിയില്ലേ? എനിക്കിന്നു മുതൽ ആർക്കു വേണ്ടിയും വാദിക്കാൻ കഴിയില്ല. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? വാദിക്കാൻ കഴിയില്ലെന്നോ? അതെ, നാളെ മുതൽ ഞാൻ കോടതിയിൽ പോകുന്നത് ഒരു വക്കീലായിട്ടല്ല, എന്നെ ഒരു ജഡ്ജായി നിയമിച്ചിരിക്കുക. അപ്പൊ എന്റെ മോൻ നിയമത്തിന്റെ കൈകളിലാണ്. കൊച്ചമ്മേ,
വിശേഷമൊന്നുമില്ലല്ലോ? മരുന്ന് കഴിച്ചോ? ഞാൻ ഈ അടുത്തൊരു സ്ഥലം വരെ പോയി ഉടനെ വന്നേക്കാം. മരിച്ചില്ലായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ നടത്തിയതൊരു നാടകമായിരുന്നു. കൊള്ളാം. നിങ്ങളെ ഈ കാട്ടിൽ ഒളിച്ചു വെച്ചിട്ട് ഞാൻ കൊന്നുവെന്നെ പേരിൽ കുറ്റാരോപണം. എണീക്കൂ, എണീക്കാം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സത്യം മുഴുവൻ ഞാൻ പറയിപ്പിക്കും. എണീക്കൂ. അവരെ ഉപദ്രവിക്കരുത്. അവരെ വിടും. ഓഹോ, അപ്പൊ നിങ്ങളും ഗോപാല മുതലാളിയുടെ കൈയാളാണല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. അവരെ വിടൂ. ഇല്ല, അവരെന്റെ കൂടെ വന്നേ പറ്റൂ. അവരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കൊണ്ടുപോകും. അവരെ വിടാൻ. അയ്യോ, കൊച്ചമ്മേ. ബാബുവൻ കുഞ്ഞായിരുന്നപ്പോ എന്റെ ഈ കാലുകൊണ്ട് മോനെ ഞാൻ ചവിട്ടിയില്ലേ, അതിന്റെ ശിക്ഷയാണിത്. ഗോപാലിന്റെ കുത്തേറ്റകൾ കൊച്ചമ്മയുടെ നട്ടലിനാണ്. ജീവൻ രക്ഷിച്ചുവെങ്കിലും കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. എപ്പോഴും ചികിത്സയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ബാബുവിനെ തടഞ്ഞത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാനെല്ലാം പറയാം കുഞ്ഞെ. ഞാൻ മാധവി കൊച്ചമ്മയുടെ രക്ഷാക്കാരനായിരുന്നു. ഒരു ദിവസം മണിമംഗലം ഭവാനിയമ്മയെയും കുഞ്ഞിനെയും കൊല്ലാൻ ഗോപാലൻ എന്നോട് ആവശ്യപ്പെട്ടു. ചെയ്യില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. അയാൾ എന്നെ കൊല്ലാൻ തയ്യാറായി. എന്റെ ജീവന് വേണ്ടി ഞാൻ മറ്റൊരു ജീവൻ ബലി കഴിച്ചു. പാവം ജാനകി. ഭവാനിയമ്മയും കുഞ്ഞും എന്റെ ആഗ്രഹം പോലെ രക്ഷപ്പെട്ടു. ജാനകിയുടെ കൊലപാതകി എന്ന പേരിൽ ഗോപാലൻ എന്നെ പോലീസിൽ പിടിപ്പിക്കാൻ ശ്രമിച്ചു. ഭദ്ര, നിന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. ജാനകിയെ കൊന്ന കുറ്റത്തിന് നിന്നെ അറസ്റ്റ് ചെയ്യും. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. കൊച്ചമ്മേ, കല്യാണിക്ക് പ്രസവവേദനയാണ്. ഞാനിപ്പോൾ പോയാൽ അവരെ ഞാൻ നോക്കിക്കോളാം. ഇതിരിക്കട്ടെ. കൊച്ചമ്മേ, ഞാൻ അയ്യോ, അവരിങ്ങ് എത്തിക്കഴിഞ്ഞു. കൊച്ചമ്മേ, ഞാൻ എന്ത് വേണം? ഇനി വരൂ. ഇങ്ങോട്ട് കയറിക്കോളൂ. അയ്യോ, ഒന്ന് വേഗം കയറൂ. ഇതാണ് സാർ. നീ ഇവിടെ? കല്യാണിക്ക് പ്രസവവേദനയാണ്. സഹായത്തിന് മറ്റാരുമില്ല. ഇത് ഭദ്രന്റെ വീടല്ലേ? അവനോട് പുറത്തേക്ക് വരാൻ പറ. ഭദ്രൻ ഇവിടെ ഇല്ല. അകത്ത് കയറി പരിശോധിക്കാം. അയ്യോ, അകത്തൊരു സ്ത്രീ പ്രസവിക്കാൻ കിടക്കുന്നു. പുരുഷന്മാർ അകത്ത് കിടക്കാൻ പാടില്ല.
പോലീസ് ജോലി കിട്ടിയോ? എന്നാ നമുക്ക് പൊട്ടൂടെ സാറേ? എങ്ങനെ പോകാനാ? അത്തരം കൊലപാതകയാണ്. അമ്മ, അയ്യോ, ഭദ്രം പോവൂ. എവിടെങ്കിലും പോയി രക്ഷപ്പെടും. ഇതെല്ലാം ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെ ഞാൻ രക്ഷിച്ചോളാം. വേണ്ട കൊച്ചമ്മേ, എന്റെ കുഞ്ഞിനെ ഇങ്ങ് തരൂ. അന്ന് മുതൽ ഞാനും എന്റെ മകൾ സുശീലയും കാട്ടിൽ ഒളിച്ചു കഴിയുകയാണ്. കാട്ടിലെങ്കിലും എന്നെ ജീവിക്കാൻ വിട്ട മാധവി കൊച്ചമ്മയെ ആ ദുഷ്ടൻ കൊന്നുവെന്ന് ബാബുമോൻ പറഞ്ഞു കേട്ടപ്പോൾ അവനെ കൊല്ലാനായി ഞാൻ മണിമംഗലത്തെത്തി. ആശുപത്രിയിൽ അപകടാവസ്ഥയിൽ കിടന്നിരുന്ന മാധവി കൊച്ചമ്മയെ വകവരുത്താനായി അയാളപ്പോൾ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പാഞ്ഞെത്തി. വിളക്കണിഞ്ഞ നേരം കൊണ്ട് കൊച്ചമ്മയെ ഞാൻ കടത്തിക്കൊണ്ടുപോന്നു. ഭദ്രം പറഞ്ഞതെല്ലാം സത്യമാണ് മോനെ. ഞാനിതെല്ലാം പോലീസിൽ പറയും. എനിക്കെന്ത് സംഭവിച്ചോട്ടെ. മണിമംഗലത്ത് ഗോപാലനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമെന്ന് മാധവി കൊച്ചമ്മ പോലീസിൽ ഏറ്റു പറയാൻ സമ്മതിച്ചിരിക്കുന്നു. നേരാണോ അച്ഛാ? അവേ മോളെ, കൊച്ചമ്മയ്ക്ക് എണീച്ച് നടക്കാൻ വയ്യാത്തത് കൊണ്ട് പോലീസിനെ ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി ബാബു അവർക്ക് ഫോൺ ചെയ്യാൻ പോയിരിക്കുകയാണ്. എല്ലാം എന്റെ നേർച്ച കൊണ്ടാണ് അച്ഛാ. മലങ്കാവിൽ അമ്മ എന്നെ കൈവിടില്ല. മോളെ, അമ്മയ്ക്ക് നീ എന്താണ് നേർന്നത്? ഞാൻ എന്നെ തന്നെ കൊടുക്കാൻ നേർന്നിരിക്കുകയാണ് അച്ഛാ. മോളെ, അങ്ങനെ അറിയാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയരുത്. അയ്യോ, അച്ഛൻ പേടിച്ചു പോയോ? പാവം ബാബുവേട്ടൻ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നാൽ മലങ്കാവിൽ അമ്മയ്ക്ക് ഞാനൊരു മുടിയേറ്റ് നേർന്നിട്ടുണ്ടച്ചാ.